തിരുവനന്തപുരത്ത് 14-കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം എന്ന പരാതിയിൽ 43 ദിവസം പിന്നിട്ടിട്ടും പോലീസ് നടപടിയെടുത്തില്ല എന്ന ആരോപണം. പോക്സോ വകുപ്പ് പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടും പ്രതി കഴക്കൂട്ടം സ്വദേശി ബിനുദാസിനെ കസ്റ്റഡിയിലെടുത്തില്ല. പ്രതിക്ക് ഉന്നത സ്വാധീനമെന്നും പോലീസ് ഒത്തുകളിക്കുകയാണെന്ന് സംശയമെന്നും കുട്ടിയുടെ പിതാവ് 24-നോട് പറഞ്ഞു. കഴക്കൂട്ടം സ്വദേശി ബിനുദാസ് 15 വർഷമായി കുടുംബ സുഹൃത്തെന്നും പിതാവ് പറഞ്ഞു. സംഭവം നടന്നിട്ട് ഇന്ന് 10-45 ദിവസം 1.5 മാസം വരെ ആകുമ്പോഴും ഇതുവരെയ്ക്കും പ്രതിയെ പിടിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് പല രാഷ്ട്രീയ വലിയ ആളുടെ പിടിപാടും പണത്തിൻ്റെ സ്വാധീനത്തിൻ്റെ പുറത്താണ് പുള്ളി വിളച്ചണം. ഇപ്പോൾ പുള്ളി നമ്മളെ അടുത്താ കൊണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ പോലീസ് പിടിക്കുന്നില്ല. അമ്മ ഒരു മകരെ പോലെയാണ് ഈ ബിനുദാസിനെ കാണുന്നത്. അങ്ങനെ ആ ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് കൂടെ വിട്ടത്, മക്കളെ രണ്ടുപേരും വിട്ടത്. അതിങ്ങനൊരു ചതി നമ്മളെ ചെയ്യാനാണെന്നുള്ളത് നമ്മൾ വിചാരിച്ചില്ല. അന്ന് സംഭവം നടന്ന അന്ന് വൈകുന്നേരം എൻ്റെ അമ്മയുടെ ഫോണിൽ വിളിച്ച് മോളെ കൈ കൊടുന്ന് പറഞ്ഞ് മോളെടുത്ത് പറഞ്ഞ് കേസായിട്ട് പോയി കഴിഞ്ഞാൽ കൊന്നുകളയും എന്നൊക്കെ മോളെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഫോൺ കട്ട് ചെയ്തു, മേടിച്ച് ഫോൺ കട്ട് ചെയ്ത് പിന്നെ വിളിച്ചിട്ട് എടുത്തില്ല. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അലക്സ്, പോലീസ് പക്ഷേ പറയുന്നത് പ്രതി ഒളിവിലാണ്. മംഗലപുരം പോലീസ് ഇക്കാര്യം പറയുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? സ്മിത, ക്രിസ്റ്റീന, അത്യന്തം ദുഃഖകരമായ സംഭവമാണ്. അതിഗൗരവപരമായ ആരോപണമാണ് പോലീസിനെതിരെ, മംഗലപുരം പോലീസിനെതിരെ ഈ പിതാവ് ഉന്നയിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദുരനുഭവത്തിനിരയായ പെൺകുട്ടി 14 വയസ്സുകാരിയും അവരുടെ കുടുംബവും തുമ്പ സ്റ്റേഷൻ പരിധിയിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ നവംബർ മാസം 25-നാണ് ഇവരുടെ കുടുംബ സുഹൃത്ത് തന്നെയാണ് ഇതിലെ പ്രതിയായിട്ടുള്ള കഴക്കൂട്ടം സ്വദേശി ബിനുദാസ്. ഈ പെൺകുട്ടിയുടെ പിതാവുമായി അടുത്ത ബന്ധമുണ്ട്, 15 വർഷമായി അടുത്ത ബന്ധമുണ്ട്. ഈ കുടുംബവുമായി അവരുടെ മാതാവുമായി, അതായത് ഈ പെൺകുട്ടിയുടെ പിതാവിൻ്റെ അമ്മയുമായൊക്കെ നല്ല ബന്ധം ഈ ബിനുദാസിനുണ്ട്. ഇവർ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് ഈ തുമ്പ സ്റ്റേഷൻ പരിധിയിൽ. നവംബർ 25-ന് അവിടെ എത്തി. ഇവർക്ക് മറ്റൊരു വീട് വാടകയ്ക്ക് കാണിച്ചു നൽകാം. അത് ഈ ബിനുദാസിൻ്റെ ഉടമസ്ഥതയിലുള്ള വീടാണ്. കഴക്കൂട്ടത്ത് മംഗലപുരം വേലൂരിന് സമീപമാണ് ഈ വീട്. ആ വീട് വാടകയ്ക്ക് നൽകാമെന്ന്, ആ വീട് കാണിക്കാമെന്നും പറഞ്ഞാണ് അവിടേക്ക് എത്തുന്നത് ബിനുദാസ്. അവിടെ ഈ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല, പകരം അവരുടെ മുത്തശ്ശി ഉണ്ടായിരുന്നു. പക്ഷേ മുത്തശ്ശി ഇയാളെ വിശ്വാസമായതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ, ഈ 14 വയസ്സുകാരിയായ പെൺകുട്ടിയെയും പെൺകുട്ടിയുടെ അനുജനെയും ഇയാളുടെ കൂടെ വിട്ടയക്കുകയായിരുന്നു. രാവിലെ ഇയാൾ കൂട്ടിക്കൊണ്ടുപോയി ഉച്ചയ്ക്ക് ശേഷം ഇവരെ തിരികെ വീട്ടിലെത്തിച്ചു. പക്ഷേ 29-നാണ് പെൺകുട്ടി സ്കൂളിലെത്തി. സ്കൂളിൽ കൗൺസിലറോടും സ്കൂളിലെ ടീച്ചർമാരോടും തനിക്ക് ഉണ്ടായ ഈ ദുരനുഭവത്തെപ്പറ്റി പറയുന്നത്. ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായി, മാത്രമല്ല ലൈംഗിക അതിക്രമം ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് പെൺകുട്ടി ടീച്ചർമാരോടും അതുപോലെ കൗൺസിലർമാരോടും പറയുന്നു. ചൈൽഡ് ലൈനെ അവർ അറിയിക്കുന്നു, വിവരം അറിയിക്കുന്നു. തുടർന്ന് മാതാപിതാക്കൾ സ്കൂളിലെത്തുന്നു, മാതാപിതാക്കളെ വിവരം അറിയിക്കുന്നു. അവർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. പരാതി നൽകി 43 ദിവസം പിന്നിട്ടിട്ടും മംഗലപുരം പോലീസ് ഈ പ്രതിയെ പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ് ഈ പിതാവ് പറയുന്നത്. ഈ പ്രതി കഴക്കൂട്ടത്ത് തന്നെയുള്ള ആളാണ്, കഴക്കൂട്ടത്ത് കടകൾ വാടകയ്ക്കടക്കം നൽകുന്നയാളാണ്, വലിയ സ്വാധീനമുള്ളയാളാണ്, ശിവസേനയുടെ നേതാവാണ്. ഇയാൾ പോലീസിന് പണമടക്കം നൽകി കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നൊരു ആരോപണമാണ് പിതാവ് ഉന്നയിക്കുന്നത്. അവർ അങ്ങേയറ്റം നിസ്സഹായരാണ് ഈ കുടുംബം എന്നുള്ളതാണ് നമുക്ക് സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായത്. എന്നാണെങ്കിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് 42 ദിവസം പിന്നിട്ടും പ്രതിയെ പിടികൂടിയിട്ടില്ല. പോലീസ് നൽകുന്ന വിശദീകരണം പ്രതി ഒളിവിലാണ് എന്ന വിശദീകരണമാണ് പോലീസ് നൽകുന്നത്. പക്ഷേ ഈ പെൺകുട്ടിയുടെ ഒളിവിലാണ് എന്ന വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. എന്നാൽ ഇയാൾക്ക് ഉന്നത സ്വാധീനമുണ്ട്, അതാണ് പ്രതിയെ പിടികൂടാൻ ഇത്ര വൈകുന്നതെന്ന് കുട്ടിയുടെ പിതാവ് ആരോപിക്കുന്നു.